മകളെ പീഡിപ്പിച്ചതിന് ഡെപ്യൂട്ടി തഹസിൽദാർക്കെതിരെ പോക്സോ കേസ്. തിരുവനന്തപുരത്ത് ചികിത്സയ്ക്കെത്തിയ 14-കാരനെ പീഡിപ്പിച്ച കേസിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അച്ഛൻകുട്ടിയെ നിരന്തരം പീഡിപ്പിച്ചതായി രണ്ടാനമ്മ. കൊല്ലം ഇന്ത്യയിൽ 18 വയസ്സിന് മുമ്പുള്ള എല്ലാ കുട്ടികളെയും ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ 2012 ഇന്ത്യയിൽ നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട് അഥവാ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012. പലപ്പോഴും കുട്ടികൾക്കെതിരായ ഇത്തരം അതിക്രമങ്ങൾ സമൂഹത്തിൻ്റെ നിശബ്ദതയിൽ മറഞ്ഞു പോവുകയും ഭയം, ലജ്ജ, സാമൂഹിക സമ്മർദ്ദങ്ങൾ എന്നിവ കാരണം കുട്ടികളുടെ ശബ്ദം സമൂഹം കേൾക്കപ്പെടാതെ പോവുകയും ചെയ്യുന്നു. അതിനാൽ പോക്സോ നിയമത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നാം തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കർശനമായ ശിക്ഷാരീതികളും കുട്ടി സൗഹൃദമായ വിചാരണ നടപടികളും ഉൾക്കൊള്ളുന്നതാണ് ഈ പോക്സോ നിയമം. ഈ ഡോക്യുമെൻ്ററി അവബോധത്തിനുള്ള ഒരു ശ്രമമാണ്, നിശബ്ദതയെ ചോദ്യം ചെയ്യുന്ന ഒരു ശ്രമം. ഈ ഡോക്യുമെൻ്ററി കേവലം പോക്സോ കേസുകളുടെ നിയമപരമായ വശങ്ങൾ മാത്രം എടുത്തു കാണിക്കുന്നതല്ല, മറിച്ച് അതിനപ്പുറം പോക്സോ കേസുകളുടെ സാമൂഹികപരമായ പിന്നാമ്പുറങ്ങൾ എടുത്തു കാണിക്കുന്നതുമാണ്. അതിന് മുന്നോടിയായി പത്രങ്ങളിൽ നിന്ന് ശേഖരിച്ച വിവിധ പോക്സോ കേസുകളുടെ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച് അധ്യാപികയ്ക്ക് 20 വർഷം തടവ്. ചെന്നൈയിലെ 12ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ കരാട്ടെ അധ്യാപിക ബി ജയസുധയ്ക്ക് പോക്സോ കോടതി 20 വർഷം കഠിന തടവ് ശിക്ഷ വിധിച്ചു. സ്കൂളിലെ കായികമേളയ്ക്ക് ശേഷം അടുപ്പം സ്ഥാപിച്ച അധ്യാപിക വിദ്യാർത്ഥിനിയെ വിവിധ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ലൈംഗിക ചൂഷണത്തിന് വിധേയമാക്കിയതായി അന്വേഷണത്തിൽ തെളിഞ്ഞു. 11-കാരിയെ പീഡിപ്പിക്കാൻ ശ്രമം. പ്രഥമ അധ്യാപകന്റെ പേരിൽ പോക്സോ കേസ്. ഗൃഹപ്രവേശന ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ 11 വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന പരാതിയിൽ എയ്ഡഡ് LP സ്കൂൾ പ്രഥമ അധ്യാപകനായ 49 വയസ്സുകാരൻ സുധീർ കുമാറിനെതിരെ കുമ്പള പോലീസ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തു. പെൺകുട്ടിയെ വീടിന് സമീപത്തേക്ക് വിളിച്ചുകൊണ്ടുപോയി ഉപദ്രവിക്കാൻ ശ്രമിച്ചതായാണ് പരാതി. ഇയാൾക്ക് കുട്ടിയുമായി മുൻപരിചയമുണ്ടായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. പാലത്തായി പീഡനം. BJP നേതാവിന് മരണം വരെ തടവ്. പാലത്തായി പീഡനക്കേസിൽ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ലൈംഗികമായി പീഡിപ്പിച്ച അധ്യാപകനും BJP നേതാവുമായ K പത്മരാജൻ ജീവപര്യന്തം, അതായത് മരണം വരെ തടവ് ശിക്ഷ കോടതി വിധിച്ചു. 12 വയസ്സിന് താഴെയുള്ള കുട്ടിയെ ബലാത്സംഗം ചെയ്തതിന് IPC 376AB വകുപ്പ് പ്രകാരമാണ് ശിക്ഷ. ഇതിന് 1 ലക്ഷം രൂപ പിഴയും അടക്കണം. കൂടാതെ പോക്സോ നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരം 20 വർഷം വീതം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. പോക്സോ പ്രകാരമുള്ള ശിക്ഷ ആദ്യം അനുഭവിച്ച ശേഷം ജീവപര്യന്തം തടവ് അനുഭവിക്കണമെന്നുമാണ് കോടതി ഉത്തരവ്. ലൈംഗികാതിക്രമം തടഞ്ഞില്ല. പ്രതിക്ക് 31 വർഷം തടവും 1 ലക്ഷം രൂപ പിഴയും. 14 വയസ്സുകാരിക്കു നേരെ നടന്ന ലൈംഗികാതിക്രമം തടയാതെയും പ്രതിക്ക് പ്രേരണ നൽകിയതുമായ കേസിൽ ചെറുകര പാറമേൽ സ്വദേശി സിഹബത്തുള്ളയ്ക്ക് വടക്കാഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് പ്രത്യേക പോക്സോ കോടതി 31 വർഷം കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. 1-ാം പ്രതിയുടെ ഉപദ്രവം അറിഞ്ഞിട്ടും തടയാതെ കുറ്റകരമായി സഹായിച്ചെന്നാണ് കേസ്. വിചാരണ സമയത്ത് 1-ാം പ്രതി മരണപ്പെട്ടിരുന്നു. ലൈംഗികാതിക്രമ കേസിൽ 10 വർഷം തടവ്. 11 വയസ്സുകാരിയോട് ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ 58 വയസ്സുകാരനെ പോക്സോ കോടതി 10 വർഷം കഠിന തടവും 50,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പിഴ അടച്ചില്ലെങ്കിൽ 4 മാസം അധിക തടവ് അനുഭവിക്കണം. 2024 നവംബറിൽ കുട്ടിയുടെ അമ്മ ജോലിക്ക് പോയ സമയത്ത് വീട്ടിലെത്തി അതിക്രമം നടത്തിയെന്നാണ് കേസ്. പോക്സോ കേസിൽ 50 വർഷം കഠിന തടവ്. 17-കാരിയെ വീട്ടിൽ അതിക്രമിച്ച് കയറി പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് 50 വർഷം കഠിന തടവ് ശിക്ഷ വിധിച്ചു. 27-കാരനായ പ്രതി കുട്ടിയെ പലയിടങ്ങളിലേക്ക് കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന് കോടതി കണ്ടെത്തി. 2.5 ലക്ഷം രൂപ പിഴയും ശിക്ഷയായി വിധിച്ചിട്ടുണ്ട്. ചാവക്കാട് പോക്സോ കോടതിയാണ് വിധി പ്രസ്താവിച്ചത്. പോക്സോ കേസിൽ ഇരട്ട ജീവപര്യന്തവും 5 വർഷം കഠിന തടവും. പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ ചൊവ്വൂർ പുത്തൻവീട്ടിൽ കാർത്തികിന് ഇരട്ട ജീവപര്യന്തം തടവും 5 വർഷം കഠിന തടവും തൃശൂർ ഫാസ്റ്റ് ട്രാക്ക് പ്രത്യേക പോക്സോ കോടതി വിധിച്ചു. കൂടാതെ 2,75,000 രൂപ പിഴയും അടയ്ക്കണം. 2023 മുതൽ 2024 ജൂൺ വരെയുള്ള കാലയളവിലാണ് സംഭവം നടന്നത്. 2024 നവംബറിൽ കുട്ടിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതോടെയാണ് പീഡന വിവരം പുറത്തറിയുന്നത്.
പോക്സോ കേസ്. പ്രതിക്ക് 4 വർഷം തടവും പിഴയും ശിക്ഷ. ബാലികയ്ക്ക് നേരെ ലൈംഗിക അതിക്രമത്തിന് ശ്രമിച്ച കേസിൽ 62 വയസ്സുള്ള ശങ്കരൻകുട്ടിക്ക് 4 വർഷം തടവും 35,000 രൂപ പിഴയും തൃശൂർ ഫാസ്റ്റ് ട്രാക്ക് പ്രത്യേക പോക്സോ കോടതി വിധിച്ചു. 2023 മെയ് മാസത്തിലാണ് സംഭവം നടന്നത്. വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിക്കുകയായിരുന്നു. അകലാട് പ്രദേശത്ത് 14 വയസ്സുള്ള പെൺകുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ച കേസിൽ 56 വയസ്സുള്ള ഓട്ടോ ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തു. റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന പെൺകുട്ടിയെ തടഞ്ഞു നിർത്തിയാണ് ഉപദ്രവമുണ്ടായതെന്ന് പരാതിയിൽ പറയുന്നു. കുട്ടികൾ സുരക്ഷിതരായിരിക്കേണ്ട ഈ ലോകത്തിൽ അവർക്കെതിരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ ഇന്നും ഒരു കടുത്ത യാഥാർത്ഥ്യമായി തുടരുന്നു. അതിനാൽ അറിയാം നമുക്ക് പോക്സോ നിയമത്തെക്കുറിച്ച്. പോക്സോ കേസ് അറിയേണ്ടതെല്ലാം. പോക്സോ നിയമം എന്താണ്? കുട്ടികളെ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി ഇന്ത്യൻ സർക്കാർ 2012 കൊണ്ടുവന്ന നിയമമാണ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്, പോക്സോ ആക്ട്. 2019 നിയമത്തിൽ കൂടുതൽ ഭേദഗതികൾ വരുത്തി ശിക്ഷകൾ കൂടുതൽ കർശനമാക്കി. ഇനി ആർക്കാണ് പോക്സോ നിയമം ബാധകമാകുന്നത്? 18 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ കുട്ടിയുടെ സമ്മതം ഉണ്ടെങ്കിലും പോക്സോ കുറ്റമായി കണക്കാക്കപ്പെടും. പോക്സോ നിയമത്തിൽ ഉൾപ്പെടുന്ന പ്രധാന കുറ്റങ്ങൾ പരിചയപ്പെടാം. ലൈംഗിക പീഡനം, ലൈംഗിക അതിക്രമ ശ്രമം, ഗുരുതര ലൈംഗിക അതിക്രമം, കുട്ടികളെ ഉപയോഗിച്ചുള്ള അശ്ലീല നിർമ്മാണം, അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ പ്രചരിപ്പിക്കും. പോക്സോ കേസിലെ ശിക്ഷകൾ: കുറ്റത്തിൻ്റെ ഗൗരവം അനുസരിച്ച് 3 വർഷം മുതൽ ജീവപര്യന്തം തടവ് വരെ പിഴയും ചുമത്താം. ഗുരുതര കുറ്റങ്ങളിൽ വധശിക്ഷ വരെ ലഭിക്കാവുന്നതാണ് 2019 ഭേദഗതി പ്രകാരം. പോക്സോ കേസുകളുടെ പ്രത്യേകതകൾ: പ്രത്യേക പോക്സോ കോടതികൾ, കുട്ടി സൗഹൃദമായ വിചാരണ നടപടികൾ, കുട്ടിയുടെ പേര്, വിലാസം, തിരിച്ചറിയൽ വിവരങ്ങൾ രഹസ്യമാക്കണം, കേസ് വേഗത്തിൽ പരിഗണിക്കണം. പരാതി നൽകുന്നത് എങ്ങനെ? അടുത്ത പോലീസ് സ്റ്റേഷനിൽ, ചൈൽഡ് ലൈൻ നമ്പർ 1098, സ്കൂൾ അധികൃതർ, അധ്യാപകർ, രക്ഷിതാക്കൾ മുഖേന. കുറ്റം അറിഞ്ഞാൽ പരാതി നൽകുന്നത് നിയമപരമായ കടമയാണ്. പോക്സോ നിയമത്തിൻ്റെ ലക്ഷ്യം: കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ സുരക്ഷ ഉറപ്പാക്കുക, കുറ്റവാളികൾക്ക് കർശന ശിക്ഷ നൽകുക, കുട്ടികൾക്ക് നീതി ഉറപ്പാക്കുക. സ്കൂൾ അധികൃതരോ ആശുപത്രി ജീവനക്കാരോ ഇതിനെതിരെ ഒരു പരാതി കൊടുക്കാൻ വേണ്ടി സമ്മതിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതിനെതിരെ സ്വീകരിക്കാവുന്ന നടപടികൾ എന്തൊക്കെയാണെന്ന് ഒരു പ്രൊഫഷണലിൻ്റെ ഭാഗത്തു നിന്നുള്ള ഉത്തരം അറിയാം. ഇത്തരത്തിലുള്ളൊരു കുറ്റകൃത്യം നടന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പലതും കുട്ടികൾ ചിലപ്പം അവരുടെ മാനസികാവസ്ഥയിൽ ഇത് കുറ്റമാണോ ഇല്ലയോ എന്ന് തിരിച്ചറിയാത്ത പ്രായത്തിൽ പോലും സംഭവിക്കുന്നത്. അപ്പം ചിലപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള അമ്മയുടെ ഒരു സുഹൃത്ത് വീട്ടിൽ വന്ന് ഇരിക്കുന്ന സാഹചര്യത്തിലായിരിക്കും ചിലപ്പം എന്നെ ഇന്ന ആൾ ഇന്ന രീതിയിൽ എൻ്റെ ശരീരത്ത് തൊട്ടിട്ടുണ്ടായിരുന്നു എന്ന് ചിലപ്പോൾ ഒരു കുട്ടി പറയും. അത് മറ്റൊരാളെ തേർഡ് പാർട്ടി അറിഞ്ഞു കഴിഞ്ഞാൽ അവരത് കൃത്യമായിട്ട് മാതാപിതാക്കളെ അറിയിക്കുകയും മാതാപിതാക്കൾ വഴി പോലീസിൽ അറിയിക്കുകയാണ് ചെയ്യുന്നത്. ഇതെവിടെങ്കിലും ഇത്തരത്തിലുള്ള ഒരു കൃത്യമായിട്ടുള്ള വിവരം കിട്ടിയിട്ടും, ഇപ്പോൾ പ്രത്യേകിച്ച് സ്കൂളുകൾ, നേരത്തെ ചോദിച്ച പോലെ സ്കൂളുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ചില ഇതിൽ അധ്യാപകരുടെ ഭാഗത്തുനിന്ന് മോശപ്പെട്ട പ്രവണതകൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ആശുപത്രിയിൽ ചിലപ്പോൾ മോശപ്പെട്ട പ്രവണതകൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളുണ്ട്. ഇതൊന്നും നമുക്ക് പൂർണ്ണമായി തള്ളിക്കളയാൻ പറ്റുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു വിവരം കിട്ടിക്കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനായാലും അത് യാതൊരു മടിയും കൂടാതെ പോലീസിൽ അറിയിക്കണമെന്ന്. അത് പിന്നീട് വേറൊരാൾ വഴി അറിയുകയും ഇയാളോട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആദ്യം അറിഞ്ഞ ആളും കൂടെ പ്രതിപട്ടികയിലേക്ക് വരികയാണ്. കാരണം അറിഞ്ഞ ഒരു ക്രൈം മറച്ചു വെച്ചു എന്നുള്ളൊരു ആസ്പെക്റ്റിൽ. അപ്പം ഇതുമായി ബന്ധപ്പെട്ട എന്ത് വിവരങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാലും എത്രയും പെട്ടെന്ന് പോലീസിൽ അറിയിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ നിജസ്ഥിതിയാണോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ പൂർണ്ണമായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാനുള്ള സോഴ്സ് നമുക്കില്ല. അതൊരു പോലീസ് ഇൻവെസ്റ്റിഗേഷനിൽ മാത്രം കണ്ടെത്തുകയും വെളിപ്പെടേണ്ട കാര്യമാണ്. പക്ഷേ നമ്മൾക്ക് കൃത്യമായിട്ട് ഒരു കുട്ടിയിൽ നിന്ന് അങ്ങനെ ഒരു വിവരം കിട്ടിക്കഴിഞ്ഞാൽ പോലീസിലേക്ക് കൈമാറുക എന്നുള്ളതാണ് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും അഭികാമ്യമായിട്ടുള്ള കാര്യം. ഓക്കെ. കുട്ടികളുടെ സുരക്ഷ നിയമത്തിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല, മറിച്ച് കുടുംബം, സ്കൂൾ, സമൂഹം, ഭരണകൂടം എല്ലാവരും ഒരുമിച്ച് ജാഗ്രത പുലർത്തുമ്പോഴാണ് ഓരോ കുട്ടിക്കും ഭയമില്ലാത്ത വിധം ജീവിക്കാൻ പറ്റുന്ന ഒരു സമൂഹം കെട്ടിപ്പടുക്കുവാൻ സാധിക്കുക.